ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇതുവരെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടും അതുപോലെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് കേട്ടോ. ആർക്കും ചെയ്തെടുക്കാൻ പറ്റും, കുഞ്ഞു മക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാക്കി കാണാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഫെൽറ്റ് ഷീറ്റാണ്. ഇതൊരു A4 സൈസും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെങ്ങനെയാണ് റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്കിലും ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളെ കറക്റ്റായിട്ട് ഞാൻ കാണിക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളുടെ മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ അടുപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതൊരു റൗണ്ട് ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗത്തായിട്ട് നമ്മളുടെ ഫ്ലവർ ബീഡ്സാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ ബീഡ്സ് ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ടാന്ന് തോന്നുന്നു, ഒരാഴ്ച ആയിട്ടില്ല നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ്സ് ഇറക്കിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പേസ്റ്റൽ ഫ്ലവർ ബീഡും മൾട്ടി കളറിൻ്റെ അതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ബാക്കി എല്ലാ ടൈപ്പ് ബീഡ്സുകളും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം സെൻറ്ററിലായിട്ട് ആ ഒരു ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അതിലോട്ട് നമ്മളുടെ എൻഡ് ബീഡ് കേട്ടോ, ഒരു മയത്തുള്ളിയുടെ ഷേപ്പിലുള്ള ബീഡ്സാണ് എൻഡ് ബീഡ്. അപ്പോൾ ആ ഒരു ബീഡ്സ് ഒത്തിരി ആളുകൾക്ക് അറിയാവും, കാരണം നമ്മൾ കോപ്പറിൻ്റെ ഹെയർ ബോയിൽ ലാസ്റ്റ് എൻഡിലോട്ട് ചെയ്യുന്ന ഒരു ബീഡ്സും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എൻഡ് ബീഡ് വെച്ചിട്ട് നമ്മൾ കമ്മലുണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ട്, ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക കേട്ടോ. അതിൽ ഓൾ ഓപ്ഷൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കാറുണ്ട്. ഇന്ത്യൻ ടൈം 2:30 നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാറുള്ളത് ഉച്ചയ്ക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. ഇതിലുള്ള വർക്കുകൾ നിങ്ങൾ ഇതുപോലെ എന്നെപ്പോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വർക്കിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കൂടുതൽ മെറ്റീരിയൽസ് ഒന്നും വേങ്ങി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട, നിങ്ങളെ ക്യാഷും കളയണ്ട. കുറഞ്ഞ രീതിയിൽ മെറ്റീരിയൽസ് നമ്മളെ കയ്യിൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, എയർ ആക്സസറീസ്, അതുപോലെ എയർ ഓയിൽ, ഇതെല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ കസ്റ്റമേഴ്സ്ഡായിട്ടാണ് മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കുന്നത്. കാരണം ഇത്ര റേറ്റിൽ എടുക്കണമെന്ന് ഞാൻ കസ്റ്റമറിനോട് പറയാറില്ല. കാരണം അവർക്ക് എത്രയാണ് എന്ന് വെച്ചാൽ അവരെ കയ്യിൽ എത്രയാണ് എമൗണ്ട് ഉള്ളത്, ബൺ മെറ്റീരിയൽസ് ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവരെ കയ്യിൽ എത്രയാണോ മെറ്റീരിയൽസിന് ക്യാഷ് ഉള്ളത്, ആ ഒരു ക്യാഷിൻ്റെ ഉള്ളിൽ നമ്മൾ പോസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ചാർജ് ഉൾപ്പെടുത്തിയിട്ടാണ് അവർക്ക് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് പറ്റിയിട്ടുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് കേട്ടോ ഇത്. എൻ്റെ അടുത്തുനിന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. അവരോട് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര രൂപ പേ ചെയ്യാൻ പറ്റും? കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒറ്റ ഒരു കാരണമാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഇത്ര റേറ്റ് എമൗണ്ട് അവരോട് പറഞ്ഞു, ആ എമൗണ്ട് അവരുടെ കയ്യിലില്ല, എനിക്ക് എല്ലാ മെറ്റീരിയൽസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഞാൻ കണ്ടെത്തിയിട്ടുള്ളതാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഇപ്പോൾ ഏകദേശം അവരുടെ കയ്യിൽ 260 രൂപയാണുള്ളത് എങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള ചാർജ് ഉൾപ്പെടുത്തിയിട്ട് അതിനുള്ള മെറ്റീരിയൽസ് ഏകദേശം അതിൽ ഫസ്റ്റ് ടൈമായിട്ട് ബിസിനസ് സ്റ്റാർട്ടാക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവരോട് പറയും ഏകദേശം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിടാൻ പറയും. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടതിന് ശേഷം അതിൽ എല്ലാത്തിനും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നമ്മൾ അവർക്ക് മെറ്റീരിയൽസ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്തോളൂ, ഒരു മടിയും കൂടാതെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ഓൾറെഡി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ വിചാരിച്ച് സംസാരിക്കാൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും
എന്താ പറയുക, നമ്മളെ വർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ കത്രിക എടുത്ത് കട്ടാക്കി അങ്ങനെ ഒരുപാട് ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഓൾറെഡി എനിക്ക് സെയിൽ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, എനിക്കിതുകൊണ്ടൊന്നും ആവശ്യമില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുണ്ടാവും, നമുക്ക് മക്കളില്ലേ, നമ്മളെ മക്കൾക്കെങ്കിലും നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ മക്കൾക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടാവുമല്ലോ. ഈ സ്കൂളുകളിൽ പോകുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് ഇത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് ഇത്, മറ്റുള്ളവരോട് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ നമ്മളത് വെച്ച് നമ്മളെ മക്കളത് വെക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മളെ മക്കളെ സന്തോഷം, അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. കാരണം അവർക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഓൾറെഡി നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങി കൊടുക്കുന്നതിന് പകരം നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒത്തിരി ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്, അവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം അത്രയും എൻ്റെ മനസ്സിന് തട്ടിയിട്ടുള്ളൊരു കമൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണ് അവർ, പക്ഷെ നിങ്ങളുടെ വീഡിയോസ് അത്രയും ഒരു പോസിറ്റീവ് എനർജിയാണെന്ന്. ഓക്കെ, ഞാൻ എന്നെ പുകഴ്ത്തി പറയല്ല, നിങ്ങൾക്ക് ആ കമൻറ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത്രയും വ്യക്തികളുണ്ട് നമ്മളുടെ ഓരോ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ. അവർ തീർച്ചയായിട്ടും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ റേറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പേഴ്സണലായിട്ട് വന്നിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അത് ഇത്രയും റേറ്റിനാണ് കൊടുക്കേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവർ നമ്മളോട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആരായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് താഴെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈമാവും ഞാൻ വാട്സപ്പിൽ റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. പരമാവധി ഞാൻ പെട്ടെന്ന് കൊടുക്കാറുണ്ട്, എങ്കിലും കൂടിയിട്ട് ചില ടൈമുകളിൽ ടൈമാവും. അപ്പോൾ വീഡിയോക്ക് താഴെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി കമൻറ്റിനൊക്കെ റീപ്ലൈ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചോദ്യത്തിനുള്ള റീപ്ലൈയും കൂടി നമ്മൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വീഡിയോക്ക് താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടോ അതെല്ലാം നിങ്ങൾ വീഡിയോക്ക് താഴെ തന്നെ ചോദിക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൂടി ഞാൻ പറയണം, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്, ഏത് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അതിലും നല്ലത് നിങ്ങൾ വീഡിയോക്ക് താഴെ തന്നെ നിങ്ങൾ നേരിട്ട് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ഒട്ടനവധി കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചാനലിൽ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആ ചോപ്പ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺസ് കാണാൻ കഴിയും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതിന് തൊട്ടടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും, ALL എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓപ്ഷൻ അടിച്ചിട്ടാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇന്ത്യൻ ടൈം 2:30 നമ്മൾ ഉച്ചയ്ക്ക് 2:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കാറുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഇങ്ങോട്ടോ ഒരിക്കലും വരില്ല, അങ്ങോട്ടായിരിക്കും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ആളുകൾ ഡെയിലി നമ്മളുടെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടും കൂടിയിട്ടുള്ളൊരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളുടെ ഫാമിലിയിലോട്ട് സ്ഥിരം വരുന്ന പുതിയ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയുക നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളെ കയ്യിൽ എത്രയാണോ ബഡ്ജറ്റ് ഉള്ളത് അതിനനുസരിച്ച് മെറ്റീരിയൽസ് എടുത്തിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒത്തിരി ആളുകൾ ഇന്നും നമ്മൾ പേഴ്സണലായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പോസ്റ്റിങ് നമ്മളത് ഡിലേ ആയി കിടക്കുകയാണ് കേട്ടോ, ഒത്തിരി പോസ്റ്റിങ് ഡിലേ ആയി കിടക്കുകയാണ്. അവരോടൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ എല്ലാവരുടെ
പോസ്റ്റും ഞാൻ പെട്ടെന്ന് തന്നെ അയക്കണതാണ് കേട്ടോ. ഇത്തിരി മെറ്റീരിയൽസ് ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിലേ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട ആളുകളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. കാരണം ഒത്തിരി വെയിറ്റിങ്ങിൽ കിടക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പും നമുക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ പമ്പേഴ്സ് ഇറക്കിയ സമയത്ത് നമുക്ക് ഇതുപോലൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. അതേ അവസരം തന്നെയാണ് നമുക്ക് ഇപ്പോഴും വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഒത്തിരി ഒരു മാസത്തോളമായിട്ട് പേ ചെയ്തിട്ട ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു മാസമല്ല, ഒരു 15 ദിവസമായിട്ട് പേ ചെയ്തിട്ട ആളുകളുണ്ട്, 13 ദിവസമായിട്ട് പേ ചെയ്തിട്ട ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസമായിട്ട് നിങ്ങൾ മെറ്റീരിയൽസ് ഞാൻ അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതുവരെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളെ വർക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത് മക്കളെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, വെറുതെ ഇരിക്കുന്ന സമയം ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുക. എല്ലാം ഓൾറെഡി ഓരോ വർക്കുകൾ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ തുടരുക. പുതുതായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.